ഹലോ, ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് ശത്രുക്കൾ ഇങ്ങനെ ആണി നിരക്കുന്ന ഒരു നിമിഷം തന്നെ. അതേ കൂട്ടുകാരെ, നമ്മുടെ അനാർക്കലി രഞ്ജു ഇങ്ങനെ ജനലിലെ പൊടിയൊക്കെ ഇങ്ങനെ കളയുന്ന സമയത്തിന് നമ്മുടെ അനാർക്കലി പുറകിൽ കൂടെ വന്ന് ഒരു കയറിട്ട് കഴുത്തിൽ മുറുക്കി ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്ന നേരം ഗീതു അവിടെ ഇടപെടുന്നുണ്ട്. എന്നിട്ട് ഗീതു അനാർക്കലിയുടെ കാരണത്തിട്ടൊന്നും പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ഇനി ഇവരുടെ മുഖ്യ ശത്രു ഞാനാകട്ടെ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നമ്മുടെ അനാർക്കലിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഗോവിന്ദ് വേറൊരു മഹാരഹസ്യം കൂടി അറിയുകയാണ്. നമ്മുടെ ഗീതു ഒളിപ്പിച്ച് വെച്ച രഹസ്യം നമ്മുടെ രാധികാമ്മയുടെ ആദ്യ ഭർത്താവായിരുന്നു സത്യദാസ് എന്നുള്ളൊരു കാര്യം. അത് നമ്മുടെ മാർഗഴിയാട്ടോ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം ഗോവിന്ദ് സമനില തെറ്റി ശത്രുക്കളെ തീർക്കാൻ എന്നോളം കലിപ്പിൽ ഇറങ്ങുന്നുണ്ട്. പിന്നീട് നമ്മുടെ അജാസ് തോക്കു ചൂണ്ടി ആരുടെയൊക്കെയോ നേരെ നിൽക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഗോവിന്ദിൻ്റെ അച്ഛനെ പോലെ നമ്മുടെ ഗോവിന്ദിൻ്റെ അവസാനവും ആ ഒരു ജയിലിൽ കിടന്നായിരിക്കുമോ? ഗോവിന്ദ് എന്തോ ജയിലിനുള്ളിൽ കിടക്കുന്നതും നിൽക്കുന്നതും നമ്മുടെ ഗീതുവും അജാസും ജയിലിന് പുറത്തു നിന്ന് നമ്മുടെ ഗോവിന്ദിനെ നോക്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നവരോ, ഗീതു ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു രംഗം കേട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരോട് ചെയ്യുന്ന ഭയങ്കര ഒരു ചതി തന്നെ ആയി പോകും. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗീതുവും ഗോവിന്ദും ഒരുമിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ഗീതുവിന് ഉണ്ടാകുന്ന കുഞ്ഞിനെയും കൂടി കാണിക്കുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് അതിൽ പലരും സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് പറയും. അതിന് പകരം ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആണെങ്കിൽ പ്രേക്ഷകരോടുള്ള ഒരു ചതി എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.